പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനായി കർത്താവായ ഈശോ എന്നെ ഒരു ദിവസം കൂടെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി സാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇട്ടിരുന്നു. അത് കുറേയേറെ ആളുകൾ കണ്ടു, കുറേയേറെ കമൻറ്റുകളും ഞാൻ കേട്ടു. ആ കമൻറ്റുകൾക്കൊക്കെ മറുപടി ഞാൻ അടുത്ത ദിവസം തരാം. പക്ഷേ ഈ ക്ലാസ്സിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്. നാളെയോ നാളെ കഴിഞ്ഞോ ഞാൻ നിങ്ങൾക്ക് കുറേ കമൻറ്റുകളുടെ മറുപടിയും തരാം. നമ്മളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി എത്രമാത്രം ജ്ഞാനമുള്ളവരാണ്, എത്രമാത്രം ജ്ഞാനമില്ലാത്തവരാണ്, എത്രമാത്രം ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരാണ്, എത്രമാത്രം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുവാൻ എനിക്ക് കമൻറ്റുകൾ സാധിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സഭയും കത്തോലിക്ക സഭയിലെ ഏത് റീത്തുകളുമായിക്കോട്ടെ, ഏത് വിഭാഗവുമായിക്കോട്ടെ, നമ്മുടെ സഭയും നമ്മളും ദൈവിക വചനത്തിൻ്റെ ജ്ഞാനത്തിൽ ഒരു വിധത്തിലും ജ്ഞാനമുള്ളവരല്ല, അതിൽ ശരിയായ വിശ്വാസമോ ബോധ്യമോ ഉള്ളവരല്ല എന്ന് ആ കമൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടെ എനിക്ക് മനസ്സിലായി. അതിനകത്ത് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് ശരി തന്നെയാണ്, അത് ഞാൻ അംഗീകരിക്കാം. എന്നാൽ ഇതിനെ 100% വിഡ്ഢിത്തമാണ്, പൊട്ടത്തരമാണ്, കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയതിനെ ഓർത്ത് നന്ദി പറയും ദൈവത്തിന്. കാരണം കളിയാക്കിയത് ഞാൻ കളിയായിട്ടില്ല. കളിയാക്കുന്നവർ ഇന്നലെ നാളെ കളിയാക്കപ്പെടും, അത് പ്രശ്നമല്ല. പക്ഷെ എന്നാലും അവർ കേൾക്കുകയും കമൻ്റ് ഇടുകയും ചെയ്തതിനോർത്ത് ഞാൻ അവർക്ക് നന്ദി പറയുകയാണ്. കാരണം അതാ ഞാൻ വീണ്ടും പറഞ്ഞത്, ഇവർക്കൊക്കെ ദൈവജ്ഞാനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ലിഖിത രൂപങ്ങൾ, പ്രവാചക വരമുള്ള വ്യക്തികളിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ ഈ കാലഘട്ടത്തിലെ ആധുനിക ലോകത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ് ആ കമൻറ്റിൽ കൂടെ. ഒരു സത്യം ഞാൻ പറയാം, ഈ കാര്യങ്ങളിൽ മരിച്ചവരുടെ ഉയർപ്പ്, മരിച്ചവരുടെ പാതാളത്തിലല്ല നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്താണോ, അവരെവിടെയാണ് കിടക്കുന്നത്, അവരുടെ ഇമോഷനുകൾ, അവരുടെ വേദനകൾ, അവരുടെ വികാരം എന്താണ് എന്നൊന്നും ഒരു വ്യക്തിക്കും അറിയത്തില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഞാനിത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് 1-2 കാരണങ്ങൾ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് നാം ഒരു ദൈവവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ, അതായത് സർവശക്തനായ യേശു ക്രിസ്തു മനുഷ്യരുടെ മുഖത്തു നോക്കി സംസാരിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ച തിരുവചനം, അത് യേശുവിൻ്റെ വചനം, പഴയതുമല്ല, യേശുവിൻ്റെ വചനത്തിൽ കൂടി പറഞ്ഞാൽ ഒരു വചനം നിങ്ങൾ ആദ്യം പറഞ്ഞ് പരിചയപ്പെടുന്നതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് വരണം. അതിപ്രകാരമാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം എടുത്ത് നമ്മൾ വെച്ച് വായിക്കണം. അവിടെ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്ത് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് വിചാരണ വിധി നടക്കുകയാണ്. അപ്പോൾ ഒരു സംഭവം, ആ വിചാരണ നടക്കുന്ന ആ വേദിയിലിരിക്കുന്ന ഉപേക്ഷനായിരിക്കുന്ന ആ പീലാത്തോസിനോട്, ആ പ്രധാന അധികാരമുള്ള ആ വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആളയച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്രകാരമാണ് ഇപ്രകാരം എഴുതി വെച്ച് നമ്മൾ മനസ്സിലാക്കണം. അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു. മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞ വചനമല്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം തിരുവചനം എടുത്തു വെച്ച് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അല്പം ഒന്ന് വെറുതെ ചിന്തിക്കുക. നമ്മൾ വിശ്വാസം ഇല്ലാത്തവരോ അക്രൈസ്തവരോ ക്രിസ്ത്യാനിയോ ഇനി നിരീശ്വരവാദിയോ മുസ്ലിം സഹോദരനോ ഹിന്ദു സഹോദരനോ ഈ ലോകത്തെ ഏത് വ്യക്തിക്കും ഈ വചനം എടുത്തു വെച്ച് വായിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അവിടെയാണ് നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെ ചില കാണാപ്പുറങ്ങളെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ എന്താണ്, യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്യുന്നു. അവിടെ
ദേശാധിപതി അധികാരത്തിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേശാധിപതിയുടെ ഉപേക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹം ന്യായാസനത്തിൽ ഉപേക്ഷനായിരിക്കുമ്പോൾ, അത് രാജാവാണ്, ഉപേക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാളെ അയച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഈ യേശു ക്രിസ്തു നീതിമാനാണ് എന്നുള്ളതിനെക്കുറിച്ച്, ആ നീതിമാനെ കൊല്ലരുതെന്നും വിധിക്കരുതെന്നും എനിക്ക് ബോധ്യമായി. ഞാൻ അദ്ദേഹത്തിൻ്റെ നീതിയെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ കണ്ട്, അദ്ദേഹം ദൈവത്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതാണല്ലോ ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നാളെ കൊല്ലുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സ്വപ്നത്തിൽ വേദനിച്ചു ക്ലേശിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഉപേക്ഷനായിരിക്കുന്ന രാജാവിനോട് പറയുന്നത്. സ്വപ്നത്തിൽ ക്ലേശങ്ങൾ സഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ വേദന അനുഭവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കി. ഇത് വെറും വിട്ടിത്തമല്ലേ, പ്രാന്തല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, യേശു ക്രിസ്തു ആരാണെന്ന് ആ ഭാര്യ എങ്ങനെയാണ് അറിയുന്നത്? ദേശാധിപതിയുടെ അല്ലെങ്കിൽ രാജാവായിരിക്കുന്ന ന്യായത്തിരിക്കുന്ന ആ വ്യക്തിയുടെ ദേശാധിപതിയായിട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? പ്രധാന വിധവന്മാർ പ്രമാണികളുമാരുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്ന എഴുതുന്നുണ്ട്. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അന്ന് അവർക്ക് ബറാബാസ് എന്ന പേരിൽ ഒരു കുപ്രസിദ്ധനായ ഒരു തടവുപുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഞാൻ ആരെ വിട്ടു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പം ജനങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരുന്നത് ബറാബാസിനെ അവർ നീതിമാനായിട്ട് കണ്ടു. യേശു ക്രിസ്തുവിൽ നീതി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പീലാത്തോസാണ് അധികാരത്തിൽ. പീലാത്തോസിൻ്റെ ഭാര്യയാണ് തലേദിവസം സ്വപ്നത്തിൽ നാളെ യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്യും, വിധിക്കും, അദ്ദേഹം നീതിമാനാണ്, അദ്ദേഹമാണ് ദൈവപുത്രൻ, അദ്ദേഹത്തിലെ നീതിയാണ് ലോകത്തിന് ആവശ്യമുണ്ടെന്ന് തൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ ആത്മാവും യഹൂദ ദേശാധിപതിയുടെ പീലാത്തോസിൻ്റെ ഭാര്യയുടെ ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു സംസർഗം വരികയും യേശു നീതിമാനാണെന്ന് ആ ഭാര്യ തിരിച്ചറിയുകയും അത് സത്യമാണല്ലോ, അദ്ദേഹം നാളെ കൊല്ലപ്പെടുമല്ലോ എന്നോർത്ത് ഒരുപാട് ആ വ്യക്തിയെക്കുറിച്ച് ക്ലേശങ്ങളും വേദനകളും ശരീരത്തിൽ സഹിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കമൻറ്റുകളൊക്കെ ഇട്ട വ്യക്തിയിൽ നേരത്തെ കുറേ ആളുകൾ സത്യമാണ്, ശരിയാണ്, 100% ഇത് ശരിയാണെന്നൊക്കെ പറയാൻ ധാരാളം ആളുകളുണ്ട്. അവർക്ക് കുറച്ച് ബോധ്യങ്ങളുണ്ട്. ബോധ്യങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ലിഖിതം എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ദേശാധിപതിയുടെ അല്ലെങ്കിൽ പിലാത്തോസിൻ്റെ ഭാര്യ എങ്ങനെയാണ് അറിയുന്നത്? യേശു ദൈവമാണോ അല്ലയോ എന്ന് അവർക്ക് സംശയമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉറപ്പാക്കാൻ എന്താണ് കാരണം? അങ്ങനെയല്ല, യേശുവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവും ആ വ്യക്തിയുടെ ഭാര്യയുടെ ആ സഹോദരിയുടെ ഹൃദയത്തിലെ ആത്മാവും തമ്മിൽ രാത്രിയിൽ ആത്മീയ സംസർഗം നടത്തുകയാണ്. അദ്ദേഹം നീതിമാനാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ നീതിയെ ഓർത്ത് അദ്ദേഹം പിറ്റേ ദിവസം കൊല്ലപ്പെടുമല്ലോ എന്ന് ഓർത്തപ്പോൾ ആ പീലാത്തോസിൻ്റെ ഭാര്യയിൽ കലശരായ സഹനവും വേദനയും ദുഃഖവും ആകുലതയും ഉത്കണ്ഠയും നിറഞ്ഞ് ആ യേശു എന്ന വ്യക്തി ഓർത്ത് ആ സഹോദരി വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ കണ്ണുനീര് ഒഴുകിയിട്ടുണ്ടാവണം. ഹൃദയത്തിൽ വലിയ വേദന ക്ലേശിച്ചു എന്ന ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു. അദ്ദേഹത്തെ കൊല്ലുമല്ലോ എന്നോർത്ത് ആ സഹോദരി അന്ന് ഉറങ്ങിക്കാണുകയില്ല. നേരം വെളുക്കുന്നവരെ പ്രാർത്ഥനയോടെ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അത് ഹൃദയവിശുദ്ധി ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയവിശുദ്ധിയിലെ വിശുദ്ധിയുടെ ആത്മീയതലവും ദൈവാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു സംസർഗം എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൽ, ഞാൻ പ്രവാചകന്മാരെ സംബന്ധിച്ചോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പ്രവാചകന്മാർ അന്നത്തെ കാലഘട്ടത്തെ വിഗ്രഹങ്ങളെക്കുറിച്ച് ഇഷ്ടംപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ബാറൂഖ് ഇബ്രാഹിമിൻ്റെ പുസ്തകത്തിലും എസ് കെ പുസ്തകം മുഴുവനും അന്നത്തെ മ്ലേച്ഛതയെക്കുറിച്ചാണ്, നടമാടിയിരുന്ന മ്ലേച്ഛതയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ വിഗ്രഹം മുഴുവൻ തെറ്റാണെന്ന് അവരത് സമർത്ഥിക്കുമ്പോൾ ആ സമർത്ഥിക്കാൻ കാരണം എന്താണ്? ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അങ്ങനെ കിട്ടുമ്പോൾ അവർക്ക് നന്മത്തിന്മകളെ വിവേചിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യരുത്, അത് തെറ്റാണ്, മോശമാണെന്ന് പറയുന്നു. അതിന് കാരണം ഇതാണെന്ന് ദൈവം പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം അവർക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നമുക്കറിയാം, പ്രവാചക വരമുണ്ടായിരുന്ന പ്രവാചകന്മാർ എഴുതിയ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ചുരുക്കം കുറിച്ച് 5, 8, 10 പ്രവാചകന്മാരെ സംസാരിച്ചുള്ളൂ. ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ടായിട്ട് 8, 10 പ്രവാചകന്മാരുടെ സ്വരം മാത്രമേ ദൈവം ശ്രമിച്ചുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം ഇത്രയും പ്രവാചകന്മാർക്ക് മാത്രമേ ശ്രമിക്കാനും കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ്?
അവരാണ് ഹൃദയവിശുദ്ധി ഉണ്ടായിരുന്നത്. ഒരു വിഗ്രഹത്തെയും ആരാധിക്കാതെ, ഒരു വിഗ്രഹത്തിന് പിന്നാലെ പോകാതെ, ഒരു ജഡമുഖത്തിനും പ്രോത്സാഹിപ്പിക്കാതെ, ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ, ഈ ലോകത്തിലെ സമ്പത്തിനെക്കുറിച്ചോ സ്ഥാനങ്ങളെക്കുറിച്ചോ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ നോക്കാതെ, പരമ പരിശുദ്ധനും സർവശക്തനും നിത്യപ്രകാശവും നിത്യജീവനുമായ ആ പരമാത്മാവ്, ആ പരമസത്യമായ ദൈവം എന്ന സത്തയെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ കഴിഞ്ഞു, അരുളപ്പാടുണ്ടാകാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എളിയ ദാസനും ഈ ലോകത്ത് നമ്മൾ എന്നാൽ കഴിയുന്നിടത്തോളം ഈ ലോകത്തിലെ ആധുനിക ലോകം, ആധുനിക ജഡലോകം, ആധുനിക ആഹ്ലാദങ്ങൾ, മൊബൈൽ കൂടെയോ ടെലിവിഷൻ കൂടെയോ കമ്പ്യൂട്ടർ കൂടെയൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ, അതിൻ്റെ ആസക്തി നിറഞ്ഞ സംഭാഷണങ്ങൾ, ആസക്തി നിറഞ്ഞ ശരീരങ്ങൾ, കളറുകൾ, നിറങ്ങൾ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് അതെല്ലാം ഒരു മാറ്റിവെച്ച് ഈ സുവിശേഷത്തിന് വേണ്ടി മാത്രമായിട്ട് മൊബൈൽ ഫോണ് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഹൃദയവിശുദ്ധിയും ശാരീരവിശുദ്ധിയും ആത്മീയ വിശുദ്ധിയും മാനസിക വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഈ മരിച്ചു പോകുന്ന ആത്മാക്കൾക്കറിയാം. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വചനമുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ അത് പറയാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വ്യക്തമായ വചനമുണ്ട്. അവിടെ ഇങ്ങനെ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. അതാണ് ഒരു വചനം, യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ. അപ്പം നമ്മളിപ്പോൾ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടറിയാം പ്രിയപ്പെട്ടവർ, നമ്മളെന്താ പറയുക, അത് ഇന്ന ആൾ മരിച്ചു കേട്ടോ, ഇനി ആ വ്യക്തി മരിച്ചു, 57 വയസ്സ്. തോമസ് ചക്കാലക്കുന്നിൽ 74 വയസ്സ് അന്തരിച്ചു, അല്ല മരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന ആൾ മരിച്ചു എന്നാണ് പറയുക. പക്ഷേ ഈശോ പറയുന്നത് യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. അതായത് ക്രിസ്തു മരണത്തെ ഏറ്റെടുത്തു. ക്രിസ്തു മനുഷ്യനിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ക്രിസ്തുവിൽ വിശുദ്ധി പ്രാപിക്കുകയും ക്രിസ്തുവിൽ പാപമോചനം നേടുകയും ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാൽ യോഗ്യതയാൽ നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുകയും ചെയ്യുമ്പോൾ നമ്മളിൽ മരണമില്ല. നമുക്ക് മരണമല്ല ഉണ്ടാകുന്നത്, നിദ്രയാണ്. എന്താണ് മരണവും നിദ്രയും എന്ന് വ്യക്തമായിട്ട് എൻ്റെ മുൻ ക്ലാസ്സിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ കേട്ട് പഠിക്കുക. ഞാനിപ്പോൾ അത്ര വിശദമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും മരിക്കുകയല്ല ചെയ്യേണ്ടത്, നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി യേശുക്രിസ്തു രണ്ടാമത്തെ വരുമ്പോഴത്തേക്ക് അത് തെസ്സലോനിക്കരുടെ അതേ ലേഖനത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം എഴുന്നേൽക്കും. തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനമാണ്, യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. മറ്റൊന്ന്, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം വാനമേഖല സംഭവിക്കപ്പെടും. അത് യേശുവിന് വരവിൽ ജീവിച്ചിരിക്കുന്നു, മരിക്കാതെ കുറേ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സമയം വരുന്നുണ്ട്. അപ്പോൾ അത് മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ്. അത് യേശുവിൻ്റെ വരവിൻ്റെ സമയത്താണ്. 2034 ഫെബ്രുവരി 15-ാം തീയതിയിലാണ് ഈ സംഭവം നടക്കുക. അപ്പോൾ അതിന് വെറുതെ ക്രിസ്തു മരണമടഞ്ഞവർ എന്നാൽ യേശു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആകാശത്തിൽ സംഭവിക്കപ്പെടും. അപ്പോൾ നമുക്ക് നിദ്രയാണുള്ളത്. യേശു ക്രിസ്തുവിൽ നിദ്ര വായിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. നമുക്ക് മരണമല്ല ഉള്ളത്. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഞാൻ വളരെ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നിങ്ങൾക്ക് ക്ലാസ് തരാം, മരണത്തെക്കുറിച്ചും നിത്യയെക്കുറിച്ചും വ്യക്തമായിട്ട് മറ്റൊരു ക്ലാസ് തരാം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു വരുന്നത്, മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലോകത്തിലെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയിലും ജഡമോഹത്തിലും സ്ഥാനമാനങ്ങളിലും പേരിലും പ്രശസ്തിയിലും ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട്, അത് ഇന്ത്യൻ പ്രസിഡന്റ് ആവാം, അമേരിക്കൻ പ്രസിഡന്റ് ആവാം, മുഖ്യമന്ത്രി ആവാം, ആരുമാവാം, ആരൊക്കെ ആയിരുന്നാലും സ്ഥാനമാനങ്ങളിലിരിക്കുക, അങ്ങനെ നല്ലൊരു പൊസിഷനിലിരുന്ന് അല്ലെങ്കിൽ ആ ഭരണത്തിൽ നിന്ന് താഴെ വന്ന് പിന്നെ അതിൻ്റെ പ്രതാപം വീണ്ടും നിലനിർത്തുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ആ പ്രതാപം നിലനിൽക്കും. ഇപ്പോൾ നമുക്കറിയാം മുൻ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ APJ അബ്ദുൽ കലാം, ഇങ്ങനെയൊക്കെ നമ്മൾ KR നാരായണൻ എന്നൊക്കെ പറയുമ്പോൾ ആ പേരും പ്രശസ്തി അവർ ജീവിച്ചിരിക്കുമ്പോഴും വീണ്ടും അവരിൽ ആ പേരും പ്രശസ്തിയുണ്ട്. അല്ലെങ്കിൽ മുൻ മാർപ്പാപ്പ, അല്ലെങ്കിൽ പഴയ മെത്രാൻ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ആ പേരും പ്രശസ്തിയുണ്ട്. ആ പേരിലും പ്രശസ്തിയിലും നിലനിന്നുകൊണ്ട് തന്നെ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്ന ആളുകൾക്കാണ് മരണം. എല്ലാ ജഡത്തിൻ്റെ മോഹങ്ങൾ, സ്ഥാനങ്ങൾ, സ്ഥാനമാനങ്ങൾ, സമ്പൽ സമൃദ്ധി, ഭക്ഷണം, ആയുസ്, ആരോഗ്യം, ചികിത്സാ സംവിധാനങ്ങൾ, അങ്ങനെ ഒരു വലിയ ആഠ്യത്വത്തിലിരുന്ന് ഈ ലോകത്തുനിന്ന് വേർപെടുന്ന മരിക്കുക എന്ന് പറഞ്ഞു.
നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഇത് എല്ലാ സ്ഥാനമാനങ്ങളും എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. പിന്നെ അങ്ങനെ ഒരു സ്ഥാനപ്പേര് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് ആവശ്യമില്ല. ഇനി ആരെങ്കിലും എന്നെ പിന്നെ വന്ന് മുഖ്യമന്ത്രി എന്ന് വിളിച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ, ഞാനിപ്പോൾ നിലവിൽ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഞാൻ റിട്ടയർഡാണ്, ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിപരമായിട്ട് അനേകം നന്മ പ്രവൃത്തികൾ, വ്യക്തിപരമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സംവിധാനത്തോടു കൂടിയല്ല, വ്യക്തിപരമായിട്ട് അനേകം നന്മ പ്രവൃത്തികൾ, ആ ചെയ്ത വ്യക്തിയും ചെയ്തു കൊടുക്കപ്പെട്ട വ്യക്തിയും തമ്മിലൊരു അഭേദ്യമായ ബന്ധം, ആ രോഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ധാരാളം വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തിരിക്കുന്നവർക്കാണ് നിദ്ര വരുന്നത്. അപ്പോൾ യേശുവിൽ നിദ്ര പ്രാപിച്ചൊരു ദൈവാനോട് ഉയർപ്പിക്കും. അപ്പോൾ മരിക്കുന്ന ആ സമയത്ത് തന്നെ അവൻ അപ്പോൾ തന്നെ അവൻ്റെ ആത്മാവിന് ഉയർപ്പ് കിട്ടും. യേശുക്രിസ്തുവിലേക്ക് നേരിട്ട് കടന്നു പോകാനിത്. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാതെ വരുന്നവർ, അത് ഞാനോ നിങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, ഈ ലോകത്തെ ഏത് വ്യക്തിയുമായിക്കോട്ടെ, നിദ്ര പ്രാപിക്കാതെ മരണത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെവിടെ വരും? അവർ പിന്നെ വരുന്നത് നരകത്തിലേക്കാണ്. നമ്മൾ വിചാരിക്കും നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായ അഗാധമായ ഒരു ഗർത്തവും കുഴിയാണെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിക്കും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല നരകമെന്ന് പറയുന്നത്. നരകത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാതാളം വേറെ, പാതാളം ഇനി സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ആണവ സ്ഫോടനത്തിന് ശേഷം 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള ഒരു സൃഷ്ടിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പാതാളം. അതാണ് പാതാളം. അത് സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പാതാളത്തിൽ നിപതിക്കാൻ. പാതാളത്തിൽ പതിച്ചാൽ എന്നേക്കും അവർ തീർന്നു. എന്നാൽ നരകമെന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ശവം അടക്കുമ്പോൾ നമുക്കറിയുന്ന ശവസംസ്കാരം അടക്കുമ്പോൾ 6 അടി 8 അടി ഒക്കെ താഴ്ചയിൽ ഒരു വ്യക്തി അടക്കുകയാണ്. ആ ഒരു പ്രതലത്തിൽ തന്നെ ആ ആത്മാവിന് കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞൊരു വചനമുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, കല്ലറകളിലുള്ളവരെല്ലാം എൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു, ഈശോ പറയാണ്. അപ്പോൾ ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ആ എൻ്റെ സ്വരം, കർത്താവിൻ്റെ സ്വരം, അത് ഇപ്പോൾ തന്നെ ഓൾറെഡി നിങ്ങളുടെ മുമ്പിലുണ്ട്, ഞാനാകുന്ന യേശു ആണ്, ഞാൻ നിങ്ങളുണ്ട് എന്ന് പറയും. അപ്പോൾ കല്ലറകളിലുള്ളവരെല്ലാം എൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ കല്ലറകളിൽ ഈ ആത്മാക്കൾ കിടക്കും. മരിക്കുന്ന ആത്മാക്കൾ കല്ലറയിൽ തന്നെ കിടക്കും, കർത്താവിൻ്റെ സ്വരം ശ്രമിക്കാൻ വേണ്ടി. അവൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് വന്നു കഴിയുമ്പോൾ ഈ ഉള്ളവർക്ക് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. വിശുദ്ധിയുടെ നിദ്ര പ്രാപിച്ച് വിശുദ്ധി കൊണ്ട് ആത്മീയ സദ്ഗുണങ്ങൾ കൊണ്ട് അതായത് പ്രത്യേകിച്ചും തെസ്സലോനിക്കരുടെ ലേഖനത്തിന് വീണ്ടും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം, അവിടെ സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശദീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാനിടയാറട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരവും ആത്മാവും മനസ്സും അവികലവും പൂർണ്ണവും ആയിരിക്കാനിടവരട്ടെ. അങ്ങനെയുള്ളവർക്കാണ് നിദ്ര വരുന്നത്. ആ നിദ്ര വരുന്നവർ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കും, അപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റ് പോകും. കാരണം സ്വരം ശ്രമിക്കുന്നു, യേശു വിളിക്കുന്നു, കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അതായിരുന്നു ആദ്യമേ പറഞ്ഞ്, ഈ ആധുനികമായ എല്ലാ സംവിധാനത്തോടും കൂടെ ദൈവചിന്തയൊന്നും, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നാമം മാത്രം പേര്, അത് ഞാനായാലും നിങ്ങളായാലും ആരെങ്കിലും ആയിക്കോട്ടെ, ആരെയും കുറ്റപ്പെടുത്താൻ പറയില്ല. മറിച്ച് നമ്മൾ ആ സൗകര്യത്തിൽ ഇരുന്നിട്ട് ഈ ലോകത്ത് നിന്ന് വെറുതെ കടന്നു പോകുന്നതിനാണ് മരണം എന്ന് പറയുന്നത് അവർക്ക്. പക്ഷേ അവർ കുറേ ഭൗതിക നന്മകളുണ്ടാവും, അവർ സ്ഥാനമാനം അലങ്കരിച്ചിട്ടുണ്ടാവും, അവർ കുറേയേറെ നന്മകൾ ചെയ്തിട്ടുണ്ടാവും, സമൂഹത്തിൽ വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ആത്മീയ കുറവുകൾ ഒത്തിരി ഉണ്ടാകും. അങ്ങനെ വരുന്നവർക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവർ ധനവാന്റെ ലാസൻ്റെ കഥ വരുമ്പോൾ തന്നെ അറിയാം, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പീഡയുടെ സ്ഥലം അവിടെ എത്തുന്നത്, ആ പീഡയുടെ സ്ഥലത്ത് എത്തുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്ക് വേണ്ടി ആരാണ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥമായി നിൽക്കുക. എനിക്ക് വേണ്ടി ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. ആരെങ്കിലും ഒരു വിശുദ്ധിയുള്ള വ്യക്തി, കർത്താവിൻ്റെ മുമ്പിൽ വേണ്ടപ്പെട്ട വ്യക്തി, പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ഈ ആത്മാവ് ചെന്നെന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണെന്ന് ഈ മരിച്ചുപോയ വ്യക്തികൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, കോട്ടയം ജില്ലയിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടി എന്ന ആ വ്യക്തിയും ഈ കണ്ണൂർ ജില്ലയിൽ കിടക്കുന്ന ഞാൻ, അതായത് ഇത് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 100 ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ കത്ത് മേടിച്ച് അവിടെ ഇട്ടു എന്നുള്ളത് എൻ്റെ മുഖവും കാര്യമൊന്നും അദ്ദേഹം ഓർമ്മിക്കുന്നേ ഇല്ല. അദ്ദേഹത്തിൻ്റെ മുഖം ഞാനും ഓർമ്മിക്കുന്നില്ല, തൊട്ടടുത്ത് കണ്ടതാണെങ്കിലും. പക്ഷേ ആത്മാക്കൾ തമ്മിൽ ആ ആത്മാവ് തിരിച്ചറിയാണ്, കണ്ണൂർ ജില്ലയിൽ എന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥമാകാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന്
ആ ആത്മാവ് തിരിച്ചറിയണം. അതാണ് മത്തായിയുടെ സുവിശേഷം ഞാൻ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19 മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപേക്ഷനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ചു പറഞ്ഞു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ വളരെ ക്ലേശങ്ങൾ സഹിച്ചു. ഇനി പ്രിയപ്പെട്ടവരെ, ഇതിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നീതിമാന് തിരിച്ചറിയാൻ പറ്റും, നീതിമാനെ അശുദ്ധിയുള്ളവർക്കും തിരിച്ചറിയാൻ പറ്റും, പ്രശ്നകലുഷിതമായിട്ട് ഈ ലോകത്ത് കടന്നു പോകുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം നീതിമാൻ്റെ അടുത്തേക്ക് നീതി തേടി വരാൻ പറ്റുന്ന ആളുകളുണ്ട്. കാരണം കുറേയേറെ നീതിയുണ്ട്, അത് പോരാ. ദൈവത്തിന് മുമ്പിൽ കുറേ കൂടെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ കുറേ നീതിമാൻ്റെ പ്രാർത്ഥനകളോ സഹായങ്ങളോ മാധ്യസ്ഥയോ ആവശ്യമായി വരും. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഇനി അത് പറയാൻ കാരണം ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരിക്കലും ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു സംഭവിച്ച കാര്യമാണ് പ്രിയപ്പെട്ട പറയുന്നത്, ഒരു കഥയല്ല പറയുക, ഒരു സത്യമാണ്. ഏകദേശം 6-7-8 വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് എന്നേക്കാൾ പ്രായമുണ്ട്, എൻ്റെ ജോസ് എന്ന് വിളിച്ച്. അന്ന് ഞാൻ ബ്രദറൊന്നും ആയിട്ടില്ല, ബ്രദറൊന്നും ആരെയും വിളിക്കുന്നില്ല, ഒരു സാധാരണ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. ഏകദേശം നവീകരണമൊക്കെ കഴിഞ്ഞിട്ട് 2011, 12, 13 കാലഘട്ടങ്ങളാണ് സംഭവം. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്, അദ്ദേഹം ഇച്ചിരി ചാരയും വാറ്റുമൊക്കെ ചെയ്യുന്ന സ്വഭാവം, പള്ളിയൊന്നും പോകാത്ത മനുഷ്യനായിരുന്നു. അങ്ങനെ ചാരയൊക്കെ വാറ്റി വീട്ടിൽ വാറ്റുക, വിൽക്കുക, കുടിക്കുക, കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വീട്ടിൽ ഇടയ്ക്ക് ബഹളം വെക്കുമായിരുന്നു, മക്കളുമായിട്ട് അനുരഞ്ജനമില്ലായിരുന്നു, എന്നോട് കുറച്ച് ചെറിയൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഇദ്ദേഹം മരിച്ചു പോയിട്ട് ഇപ്പോൾ 9 വർഷമായി. ഈ 9 വർഷമായി കഴിഞ്ഞപ്പോൾ മുതൽ ഈ അമ്മ തനിച്ച് വീട്ടിലായിരിക്കുന്ന സമയങ്ങളിൽ ഈ ജനലിൻ്റെ അടുത്ത് മാറ്റി കൈകൾ രണ്ടും ഇങ്ങനെ ജനലിൽ ചേർത്ത് വെക്കും. കൈകൾ കാണാം, അമ്മയ്ക്ക് ഈ ജനലിലിരിക്കുന്ന കൈ കാണാം. ഈ അമ്മ എന്തെങ്കിലും അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ശബ്ദം പോലെ കേട്ടോ, അമ്മ ഈ ജനലിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 2 കൈകൾ കാണാം. ഒരാൾ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെ കാണിക്കുന്നതായിട്ട് അമ്മ കാണുന്നു. പെട്ടെന്ന് ഇതാരെ ജനലിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചിട്ട് അമ്മ ഓടി വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അത് പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലാണ് കണ്ടിരുന്നതെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, അങ്ങനെ എപ്പോഴും കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ചില ദിവസങ്ങളിൽ കാണുകയില്ല, ചില ദിവസങ്ങളിൽ കൂടുതലായിട്ട് 2-3 പ്രാവശ്യം കാണും. അപ്പോൾ ഈ ജനലെ തട്ടുന്ന ശബ്ദം കേൾക്കുമ്പം ജനലാണല്ലോ വന്ന് തട്ടുന്ന വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് നോക്കുമ്പം ആളെ കാണാനില്ല. അങ്ങനെ പല ആവൃത്തിയായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചാൽ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഈ അമ്മയോട് പറയും, ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് വിളിക്കും. ഈ ഭർത്താവ് തന്നെയാണ് എന്ന് പിന്നീട് ഞാൻ പറഞ്ഞപ്പോഴാണ് അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ പിടിക്കും. അപ്പോൾ അമ്മ നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞ് വിളിക്കും. അപ്പം ഞാൻ വരില്ല എന്ന് പറയും. അപ്പോൾ എന്തിനാന്ന് ചോദിക്കും. എന്താ ചോദിക്കുമ്പോൾ തോട്ടിൽ മീൻ പിടിക്കാൻ പോകാനാന്ന് പറയും. അപ്പം മീൻ പിടിക്കാൻ വേണ്ടി ഞാൻ വരുന്നില്ല എന്ന് പറയും. പക്ഷെ അത് പറ്റില്ല, നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് 2 കൈകൾ ഉപയോഗിച്ച് ഈ അമ്മയുടെ കയ്യിൽ ബലമായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ അമ്മ പേടിച്ചിട്ട് ഈ കട്ടിലിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കും. ഇത് നല്ല ഉറക്കത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, ബോധപൂർവ്വം സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ നല്ല ഉറക്കത്തിൽ അമ്മ കഠിനമായിട്ട് ഇങ്ങനെ ഈ കട്ടിലിൽ 2 കട്ടിലിൽ ഇറുക്കി ഇങ്ങനെ ബലമായിട്ട് പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ ഈ കൈകൾ രണ്ടും വലിച്ച് പറിച്ചുകൊണ്ട് ഈ ഭർത്താവ് ഈ അമ്മയെ എഴുന്നേൽപ്പിച്ച് ഒരു കയ്യെ പിടിച്ച് വലിച്ച് വാതിൽ തുറന്ന് ഇങ്ങനെ പോവുകയാണ് മീൻ പിടിക്കാൻ വേണ്ടി തോട്ടിൽ പോയിട്ട് വലിയ കല്ലുണ്ട്, ആ കല്ല് കയറി നീ അവിടെ ഇരിക്കുന്നു പറയും. അപ്പോൾ അമ്മ അവിടെ ഇരിക്കും. എന്നിട്ട് ഇയാൾ തോട്ടിൽ കൂടം കൊണ്ട് ഈ കല്ലിനിട്ട് അടിച്ച് മീൻ പിടിക്കും. അങ്ങനെ ആദ്യത്തെ കൂടം എടുത്ത് കല്ലിനിട്ട് അടിക്കുന്ന ടോ എന്നുള്ള ഒച്ച കേൾക്കുമ്പോൾ ഈ അമ്മ പെട്ടെന്ന് കണ്ണു തുറക്കും. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാകുന്നത് ഇത് സ്വപ്നമാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ കുറേ ആവർത്തിയായപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ പേടിയാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അമ്മ എന്നോട് വന്ന് ഈ സംഭവം സംസാരിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ പേടിക്കൊന്നും വേണ്ട, അത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. ഭർത്താവിന് വിശുദ്ധി, വിശ്വാസം, ജ്ഞാനം, വിവേകം, സ്നേഹം, കൂതാശകൾ, യേശുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള ആശ്രയബോധം ഒന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് കുറേ ചാരയം മാറ്റി, കുറേ വിറ്റു, കുറച്ച് അത് നടത്തി, കുറച്ച് ഇത് നടത്തി, കുറച്ച് തെറിയും പടയും ബഹളമൊക്കെ ആയിട്ട് വെച്ചു. അങ്ങനെ അദ്ദേഹം വല്ലാതൊരു ആസ്മ രോഗം പിടിച്ചു. പെട്ടെന്ന് ആസ്മ രോഗം പിടിവെച്ച് 78-80 വയസ്സിൽ ഇദ്ദേഹം മരിച്ചും പോയി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് യാതൊരു വിധത്തിലും യോജിപ്പോ ഇല്ല. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ആ മരിക്കുന്ന ആത്മാവ്, അപ്പോൾ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുണ്ട്. അമ്മ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പള്ളിയിൽ പോവും.
കഴിയുന്നിടത്തോളം പള്ളിയിൽ പോകും. ഒരു ദിവസം പള്ളിയിൽ പോകാതിരിക്കാല്ല. എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും കുമ്പസാരിക്കും. അമ്മ ഈ ഭർത്താവിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല അമ്മയുടെ കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. വെള്ളമുണ്ടും ചട്ടയും ധരിക്കുന്ന കാലഘട്ടമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണിത്. അപ്പോൾ ആ അമ്മ നല്ലൊരു ആത്മീയ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്വന്തം ഭാര്യയുടെ നന്മയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഭാര്യയെ കാണാൻ വേണ്ടി, ഭാര്യയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഞാൻ ഈ കാര്യങ്ങൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്മ അത് 100% ഏറ്റെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു 7 മെഴുകുതിരി മേടിക്കുക, കുറച്ച് കുന്തിരിക്കം മേടിച്ച് വീട്ടിൽ പോയിക്കുക, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുമ്പ് തിരിയും കത്തിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ഭർത്താവിന് പിന്നെ തോമാച്ചനെന്നോ പാപ്പച്ചനെന്നോ ആ പേരും പറഞ്ഞ് ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അമ്മ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് സ്വർഗസ്വനായ പിതാവൊക്കെ 7 പ്രാവശ്യം ചൊല്ലി മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. ഈ ആത്മാവിൻ്റെ കരുണയായിരിക്കണമേ, എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിൻ്റെ കരുണയായിരിക്കണമേ, എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതോളം നന്മ ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അമ്മ തീരുമാനം എടുക്കുക. എന്നിട്ട് അമ്മ വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും പ്രാർത്ഥന 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ആ അമ്മ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ ദൂരെ ഒരു അനാഥരെ നോക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അമ്മയാൽ കഴിയുന്ന ഒരു പണം, പൈസയായിട്ടോ അല്ലെങ്കിൽ 10 കിലോ അരിയായിട്ടോ എന്തെങ്കിലും അമ്മ ഇപ്പോഴും പോകണം. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ച ഒരു മാസത്തിനുള്ളിൽ ഒന്ന് പോകണം. പോയിട്ട് അത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മ പിന്നീട് കൊണ്ടുപോയി കൊടുത്തേച്ച് എന്നെ വിവരം അറിയിച്ചു. ഞാനിങ്ങനെ പോയിരുന്നു മോനെ, പിന്നെ ഞാൻ ഒരു പൈസ കൊണ്ട് അവിടെ കൊടുത്തു, അവർക്ക് വേണ്ടി എൻ്റെ ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോടും പറഞ്ഞു. അപ്പോൾ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു സംഭവം വീട്ടിൽ നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈ കാണുകയോ കാല് പിന്നെ ഇങ്ങനെ ശബ്ദം കേൾക്കുകയോ കൈപ്പത്തി ഇവിടെ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താണ് പിന്നെ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ആ വ്യക്തിക്കായിട്ട് കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുക, ആ വ്യക്തിക്കോട് മാത്രമായിട്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ഒരു പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നിട്ട് ഈ മരിച്ച ആളിനോട് പറയും, ഇതാ നീ ചെയ്യേണ്ടതായ നന്മയുണ്ടായിരുന്നു, നീ ജീവിച്ചിരുന്നപ്പോൾ നീ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചില്ല, നിനക്ക് കൗദാശിക തലത്തോട് താല്പര്യമില്ലായിരുന്നു, നീ കുമ്പസാരത്തിൽ ചെയ്തിട്ടില്ല, ആ പ്രവൃത്തി ചെയ്തിട്ടില്ല, നീ ദേവാലയത്തിൽ പോയിട്ടില്ല, അങ്ങനെ കുറേ പരിപാടി, നിനക്ക് യേശു എന്ന് പറയുന്ന നിനക്കൊരു പുച്ഛമായിരുന്നു, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തൊന്നും നീ വിശുദ്ധിയിലേക്ക് വന്നില്ല. അതിനാൽ നീ ചെയ്യേണ്ടതായ നന്മ മുഴുവൻ നിൻ്റെ ഭാര്യ നിനക്ക് വേണ്ടി ബോധപൂർവം ചെയ്യുന്നു, എന്നിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിനക്ക് വേണ്ടി നേർച്ചകാഴ്ച നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ദൂതന്മാർ എന്ന് പറയുന്നത്, തൽക്കാലം നീ നിൻ്റെ സിമിത്തേരിയിൽ തന്നെ കിടക്കുക, നീ എവിടെയാണോ നിന്നെ കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെ തന്നെ കിടക്കുക, അവിടെ കിടന്നാൽ മതി. അന്ത്യവിധിയിൽ നിനക്ക് വേണ്ടി മറ്റുള്ളവർ എത്രമാത്രം പ്രാർത്ഥിക്കുന്നത് നോക്കിയിട്ട് അത് ഞാൻ പരിഗണിച്ചോളാം. നീ ചെയ്യാതിരുന്ന നന്മകൾ മുഴുവൻ ഈ ഭാര്യ അല്ലെങ്കിൽ മകള് ചെയ്യുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അന്ത്യവിധിയിൽ നിനക്ക് ഉയർപ്പ് തന്നെ തന്നുകൊള്ളാം, അതുവരെ ശാന്തമായി അവിടെ കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാരി എന്ന് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, അതൊരു സത്യമാണ്. ഇനി ഇത് കൂട്ട് കാര്യങ്ങൾ ധാരാളം പറയാനുണ്ട്, പക്ഷേ ക്ലാസ് മുന്നോട്ട് നീണ്ടുപോകും എന്നതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം വേറെ 2-3 കാര്യങ്ങൾ പറയാം. എനിക്കുണ്ടായ അനുഭവം, മറ്റുള്ളവർ പറഞ്ഞു കേട്ട അനുഭവങ്ങളും വളരെ അവിശ്വസനീയമായ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ എന്ന അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറും. എന്നാലും കമൻറ്റുകൾ വരും, കമൻറ്റുകൾ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എത്ര മോശമായ കമൻറ്റ് വന്നാലും, എത്ര നിഷേധാത്മക കമൻറ്റ് വന്നാലും എനിക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ ഓരോരുത്തരും കേൾക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ എത്രമാത്രം ജ്ഞാനമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരമസത്യമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ അടുത്തേക്ക് ഇനി ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കൽ ഒരു 2014 കാലഘട്ടങ്ങളിലാണ്, അന്ന് ഞാൻ ഈ സുവിശേഷ ശുശ്രൂഷയുമായിട്ട് ഒരുപാട് ആളുകളെ ധ്യാനത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന കാലഘട്ടമാണ്. വീടാന്തരം കയറി ആളുകളെ കണ്ടെത്തി, മദ്യപിക്കുന്നവരൊക്കെ കണ്ടെത്തി അവരെ 8, 10, 15, 30 പേരെ ധ്യാനത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് ഒരു വളഞ്ഞ കാലം കുലയുണ്ട്, പഴയ കാലം കുള, വളഞ്ഞ കാല് നിലത്തിങ്ങനെ കുത്തി ആൾക്കാരിങ്ങനെ കുത്തി പോകുന്ന ഒരാളുണ്ട്. അങ്ങനെ വടി പോലെ കുത്തി ഈ കുടയും കൊണ്ട് പോകുന്ന ഒരാൾ, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് പള്ളി പോകുന്ന ഒരാളെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റി. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് കാണി എനിക്ക് പരിചയമുള്ള ഒരാളാണ്, എൻ്റെ തൊട്ടടുത്ത ഇടവകയിലെ ആളാണ്. എനിക്ക് ധാരാളം പേരോട് സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെ അറിയും, ഞാൻ അദ്ദേഹത്തെ അറിയുന്നതാണ്. പക്ഷേ സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. അത് ആരെന്നൊന്നും സ്വപ്നത്തിൽ എനിക്ക് അറിയത്തില്ല. എന്നോട് പറഞ്ഞ പാണി, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാളെ രാവിലെ നീ പോകണം,
പോയിട്ട് അദ്ദേഹത്തെ ധ്യാനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കണം, കൂട്ടിക്കൊണ്ടു പോകണം. അദ്ദേഹത്തിലൊരു വൈകല്യമുണ്ട്, അത് മാറിപ്പോകാനാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഇത്രയും കാര്യം എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അതൊരു ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വശമായിരുന്നു. ഒരു ശനിയാഴ്ച വൈകിട്ടാണ് സ്വപ്നം. ഞായറാഴ്ച രാവിലെ ഞാൻ ദേവാലയത്തിൽ പോകേണ്ട, പള്ളിയിൽ പോകേണ്ടതാണ്. ഈ പള്ളിയിൽ പോകേണ്ടതിന് പകരം ഞാൻ നേരെ പോയത് ഈ വ്യക്തി എനിക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കയറി ചെന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ വന്നിരിക്കുന്നത് ചേട്ടനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. എന്താ വേഗം പറയാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകണമെന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടനെയും കൂട്ടി ഒരു ധ്യാനത്തിന് പോകണമെന്നാണ് ഇന്നലെ രാത്രിയിൽ എനിക്കൊരു മെസ്സേജ് പോലെ കിട്ടിയത്. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് പട്ടും ഭ്രാന്തുമാണ്, അതുകൊണ്ട് ഇറങ്ങി പോകണമെന്ന് പറയും. അപ്പോൾ എനിക്കൊരു മെസ്സേജ് പോലെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ചേട്ടനെയും കൊണ്ട് ധ്യാനത്തിൽ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വരുന്ന ആഴ്ചയിൽ ഞാൻ ധ്യാനത്തിന് പോകുന്നുണ്ട്, എന്നോട് പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം, പൈസയൊന്നും പ്രശ്നമല്ല, ഞാൻ കൂട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പക്ഷേ ഞാൻ ആലോചിച്ച് പറയാം, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ ആ തലേ ദിവസം ആ സ്വപ്നത്തിൽ കാണുന്ന ആ വളഞ്ഞ കാറുള്ള വ്യക്തിയെ, ആ വ്യക്തി അങ്ങനെ ആ പള്ളിയിൽ പോകുന്നത്, എപ്പോഴും വളഞ്ഞ കാറുള്ള കുടയും കുത്തി പോകുന്നത് അതേ വ്യക്തി തന്നെയാണെന്നും, ആ വ്യക്തിയുടെ അടുത്തേക്കാണ് നീ നാളെ രാവിലെ പോകേണ്ടതെന്നും, അദ്ദേഹത്തോടാണ് സംസാരിക്കേണ്ടതെന്നും, അദ്ദേഹത്തിന് ചില വൈകല്യങ്ങളുണ്ടെന്നും, ആ വൈകല്യങ്ങളെടുത്തും അദ്ദേഹം നല്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നീ നോക്കണ്ട. പക്ഷേ ആ പ്രശ്നങ്ങളെ മാറ്റാനാണ് ദൈവമായി ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകുമെന്നും കർത്താവ് എന്നോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ചെന്ന് അദ്ദേഹം വരാമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം വന്നില്ലെങ്കിലും ഈ ദൗത്യം ഞാൻ പൂർത്തിയാക്കി. പിറ്റേ ദിവസം രാവിലെ പോയത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ നേരിട്ട് ചെന്നപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ശാന്തമായിട്ട് കേട്ടു കാര്യങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നം മാത്രമല്ല. സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ സ്വപ്നവും കാണുന്നത്, എല്ലാവരും കാണുന്ന സ്വപ്നങ്ങളല്ലേ എല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് ചോദിച്ചിട്ട് എനിക്കതിനെപ്പറ്റി ഉത്തരവുമില്ല. എനിക്ക് കിട്ടുന്ന സന്ദേശങ്ങളും സ്വപ്നങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയ സഹോദരനെ, ഇതുപോലെ കുറേയേറെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇതെല്ലാം പരമസത്യമാണ്. അത് വളരെയേറെ യാഥാർത്ഥ്യ ബോധത്തോടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ മേഖലയിൽ കൂടെ ഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥവും ശരിയും അതിൻ്റെ വ്യാഖ്യാന അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാന്യനും സ്നേഹനിധിയുമായ എൻ്റെ രണ്ടാമത്തെ അപ്പനാണ്. എനിക്ക് ജന്മം തന്ന എൻ്റെ അപ്പൻ ഒരപ്പൻ, എന്നാൽ രണ്ടാമത് എന്നെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി എന്ന ആ ബഹുമാന്യനും സ്നേഹനിധിയായ മനുഷ്യൻ എൻ്റെ രണ്ടാമത്തെ അപ്പനാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ പ്രാർത്ഥിക്കും. കാരണം അദ്ദേഹമാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ആ നന്മ ഞാൻ മനസ്സിൽ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് അദ്ദേഹം സ്വപ്നത്തിൽ കൂടെ, നമ്മൾ ശരിക്കും ഒരു മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന എല്ലാ സന്ദേശങ്ങളും സ്വപ്നങ്ങളും കിട്ടാറുള്ളത്. അതൊക്കെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സത്യമാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ കുറച്ച് സാമ്പത്തികം കൊടുക്കണം, അദ്ദേഹം ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കണം. അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസങ്ങളിൽ പോകണം. വലിയ മഴയും വലിയ കറണ്ടില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ക്ലാസ് താമസിച്ചു പോയത്. അല്ലെങ്കിൽ പുറകെ ക്ലാസ് ഇട്ടേനെ. പ്രിയ സഹോദരങ്ങളെ, 3-4 ദിവസമായിട്ട് കറണ്ടില്ലായിരുന്നു. ഇന്നാണ് കറണ്ട് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ക്ലാസ് ഇടാൻ വൈകി പോയത്. ഇതൊക്കെ സത്യങ്ങളാണ്, പരമസത്യമാണ്. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ചില സംശയങ്ങൾ, ചോദ്യങ്ങൾക്ക് ഉത്തരവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അടുത്ത ദിവസത്തെ ക്ലാസ്. അതിനാൽ കർത്താവായ ഈശോ വിശുദ്ധിയോടെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വിശുദ്ധി പ്രാപിക്കുകയും വിശുദ്ധിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും വിശുദ്ധിയെ നിലനിർത്തുകയും ചെയ്ത് ഈ ലോകത്തിലെ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും മാറി ഒരു വ്യക്തിപരമായ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ചില വ്യക്തികൾക്ക് കുറച്ചുകൂടി ദൈവിക ദർശനങ്ങളും ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കും. അത് പരമസത്യവുമാണ്. അത് യാതൊരു തെറ്റുമില്ല. കാരണം വെച്ചാൽ അത് എൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവനും ഇപ്പം ഈ ക്ലാസ് ഇടാനുണ്ടായ ഈ പ്രേരണ പോലും എനിക്ക് ശരിക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഡേറ്റുകൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ്. ആ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷവും വരെ സർവശക്തനായ ഈശോ എന്നെ സ്വപ്നത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് അത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയുന്നില്ല, പിന്നെ ദൈവത്തിന് പോലും അറിയത്തില്ലാത്ത രഹസ്യം നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് കുറേ പേരെന്നോട് ചോദിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിശുദ്ധ ഉള്ളതാണ്. പക്ഷേ അത് ആർക്കും വെളിപ്പെട്ടിട്ടില്ല, അറിയില്ല. എന്നാൽ ചില വ്യക്തികളെ ദൈവം എടുത്ത് അത് വെളിപ്പെടുത്തുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ
അത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും മനസ്സിലായും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പരമസത്യമാണെന്ന് വ്യക്തമായിട്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യമേ ഇതിനോട് പറഞ്ഞ വചനമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 19-ാം. മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപേക്ഷനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ചൊറിയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ നീതിമാനായ നല്ലതായ മനുഷ്യനായ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന് കുറച്ച് കുറവുകളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിന് ആത്മീയ തലമാണ്, അത് ഭൗതികമായിട്ട് നോക്കുന്ന ആർക്കും മനസ്സിലായില്ല. എന്നാൽ ആ ആത്മീയ തലത്തിലെ കുറവുകളെ ചില അറിയാവുന്ന വ്യക്തികൾ, അത് ചിലപ്പോൾ എന്നെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുത്തത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് പറഞ്ഞാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിട്ടു. ഞാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കുറച്ച് കാര്യം കൂടെ അദ്ദേഹത്തിനുണ്ട് പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിനുള്ള പ്രാർത്ഥന എൻ്റെ രീതിയിൽ പൂർത്തിയാവും. അത് കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, കുറേ ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും. അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി പ്രവൃത്തി ചെയ്യാനുണ്ട്. പ്രാർത്ഥന വേണം, ആത്മീയ പ്രവൃത്തി വേണം. അത് തന്നെ കർത്താവ് പറയുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി പ്രവൃത്തിയോടെ വേണം. ആ പ്രാർത്ഥനയും പ്രവൃത്തിയും വേണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം പറഞ്ഞ അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നവരെ സത്യമായി നീ അവിടുന്ന് പുറത്തു വരികയില്ല. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ചെറിയ ചില്ലിക്കാശാണെങ്കിലും ദൈവനാമത്തിൽ കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, അപ്പം കൊടുക്കാനുണ്ടെങ്കിൽ അത് ദൈവത്തിന് സ്വീകാര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളോ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ പ്രസ്ഥാനക്കാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ കോടാനുകോടി 10 കോടി രൂപ ആണെങ്കിലും ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് നാമത്തിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. ആ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ കൊടുക്കുന്ന 10 രൂപ യേശുവിൻ്റെ നാമത്തിൽ, ഉമ്മൻചാണ്ടി സാറിന് ഞാൻ ഈശോയെ ഇത് അങ്ങയുടെ നാമത്തിൽ 10 രൂപ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കർത്താവ് സ്വീകരിക്കും. അതാണ് ദൈവത്തിന് ആദ്യം. ആ ദൈവിക നീതിയാണ് അവിടെ ദൈവവും ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ഐക്യവും ബന്ധവും സ്നേഹവും. അതാണ് ദൈവത്തിന് ആവശ്യം, അല്ലാതെ കോടാനുകോടി രൂപയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ അദ്ദേഹത്തിന് വേണ്ടി വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ ശക്തവും വ്യക്തവുമായിട്ട് ചില കാര്യങ്ങൾ സമർപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ എളിയദാസൻ്റെ പ്രാർത്ഥന, എൻ്റെ എളിയദാസൻ്റെ പ്രാർത്ഥന സർവശക്തനായ യേശു ക്രിസ്തുവിന് മുമ്പിൽ ബഹുമാന്യനും സ്നേഹനിധിയുമായ ഉമ്മൻചാണ്ടി സാറിന് നിത്യരക്ഷ കൊടുക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥന കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി അടുത്ത ദിവസങ്ങളിൽ പോവുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് ഒരു നിത്യശാന്തി, നിത്യസമാധാനം, നിത്യസന്തോഷം ലഭിക്കും എന്ന് ഉള്ള സൂചന ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുതന്നത്. അദ്ദേഹത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.